ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് തൽക്കാലം ഇവന്റെ ഒരു മുടിയും ആ മറ്റേ ചെറുക്കന്റെ ഒരു കായും പറിച്ചിട്ട് നമ്മുടെ DNA വിടാം. 7 ദിവസം നോക്കാം. മാച്ച് ആവണമെങ്കിൽ നമുക്ക് എന്തായാലും ഇവന്റെ മോന്ത കണ്ടാൽ അറിയില്ല ഇവന്റെ കുട്ടി തന്നെ അത് എന്നുള്ളത്. അല്ല അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അട്ടപ്പാടിയിലെ റൊസാലിയോയും അതേപോലെ ടിവിയിലെ കണ്ണാപ്പിയും ഒരേപോലെ ഇരിക്കുക. പക്ഷെ ഇതുവരെ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അവരുടെ അച്ഛൻ ഒന്നാണെന്നോ അല്ലെങ്കിൽ റൊസാലിയോ കണ്ണാപ്പിയുടെ അച്ഛനാണെന്നോ എന്താ പറയുന്നത്. ഈ ഉത്സവപ്പറമ്പ് വെച്ച് കേറി നടന്ന് ആൽമരത്തിന്റെ മുകളിലെല്ലാം കേറുന്ന ആള് ഞാനാന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല ഞാൻ പറയട്ടെ ഇവന് തൽക്കാലം ഇവൻ എന്തായാലും ഇവന് എടാ നിന്റെ സൂക്കേട് ഞാൻ മാറ്റി തരാം കേട്ടാ. നിന്റെ സൂക്കേട് ഞാൻ മാറ്റി തരാം. ഇവന് തൽക്കാലം ഇത് വണ്ടിയില്ലാത്തോണ്ട് വണ്ടി കച്ചവടത്തെ കൂട്ടിയെ നിങ്ങളെ പറഞ്ഞാ മതിയല്ല. ചേച്ചി പോക്കറ്റിന്റെ ഉള്ളൂ, വേറെ വെച്ചിട്ടുണ്ട്. നിന്റെ അണ്ടിനെ പറ്റിയല്ല ഞാൻ എന്റെ ഒരു കിടല ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ശ്യാം സിംഗ്. അപ്പൊ നമുക്ക് ഡോക്ടർ ശ്യാം സിംഗിന്റെ അടുത്ത് ഇവന്റെ ഒരു മുറി അങ്ങനെയാണെങ്കിൽ നിന്റെ അണ്ടിയുടെ തൂക്കം ഒന്ന് എടുത്ത് വെച്ചോ നീ നന്നായിട്ട്. എന്റെ ഹാണിന്റെ മോനാ അത്. നമ്മുടെ ഹാണി തന്നെ പിള്ളേരൊക്കെ വരുന്നേ. ആ ഹണി അങ്ങനെ വന്നൊരു ഹണിയിൽ നിന്ന് വന്നൊരു മോനാ ഇത്. നിങ്ങൾക്കൊരു ഹണിയായിരിക്കും, പക്ഷെ നമുക്കൊരു ഹണിയല്ല കേട്ടാ. നമുക്ക് താല്പര്യമില്ല. നിനക്ക് ഹണി വരുത്തുണ്ടെന്ന് ആരാ പറഞ്ഞേ? അത് കുട്ടി ടിവിയുടെ ഗ്യാങ് ഹൗസിൽ അങ്ങനെ പെമ്പിളർ കയറില്ല. ഒന്ന് വരും, ഞാൻ വെളിയിലോട്ട് വിടാം. നിങ്ങൾ എന്തെന്നാ ഇത് ഒരു നിങ്ങൾ എന്തൊരു നായി. പരിഹാരം ഉണ്ടാക്കാം. 2 കോടി 20 കോടി താന്നാ താല് കൊറേ നേരമായല്ലോ കൊടച്ചു കൊടുക്കുന്നു. ഒരു കൊച്ചില്ലേ പോരെ? ഞാൻ കൊച്ചിന്റെ കാര്യമല്ല മോനു, അത് ബോളല്ല. ഇനി ബാ അവിടെ തട്ടി വീഴല്. അവിടെ വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, തലയിൽ വീഴും. വരൂ. ഇത് മനസ്സിലായാ? ഈ കണ്ണ് തറ കിടക്കണ ഇത് മനസ്സിലായാ? വാസവെണ്ണം നട്ട കൊറേ വാഴകളിൽ ഒന്നാണ് നീയും. ഞാൻ പറയല്ല, ചേച്ചി മാറി വാഴ എണ്ണം കൂടും. ഇപ്പൊ നിക്കുന്നുണ്ടില്ലേ ഒരു എക്സ്ട്രാ വാഴ? ഇതെന്തൊരു തയ്യ? വാഴ തയ്യ താഴെ കൂടെ നടക്കണ കണ്ണ് എന്റെ മുന്നിൽ നടക്കുന്ന സമയത്ത് തൈനെ പറ്റിട്ട് നീ സംസാരിക്കണം. അൾട്ടിമേറ്റ്